Hey guys, good morning from Chiang Mai, Thailand. So guys, ഞങ്ങൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നൊരു കിടിലൻ ദിവസമായിരിക്കും. കാരണം നമ്മൾ പോകുന്നത് പായ് എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ടാണ്. ഇത്രയും കാലം നമുക്ക് വില്ലേജ് ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പം നമ്മൾ പോകുന്നത് പായ് എന്ന് പറയുന്ന ഹിപ്പികളുടെ വില്ലേജ്. അതായത് ഫോറിനേഴ്സ് ഹിപ്പികൾ വന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ്. വാട്ട് ഈസ് ഹിപ്പികൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഹിപ്പികൾ എന്ന് പറഞ്ഞാൽ മുടി നീട്ടി വളർത്തി, അതായത് ഈ പുതിയൊരു സമൂഹത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക, വാറ് വേണ്ട, കച്ചറ വേണ്ട, സമാധാനത്തിൽ ജീവിക്കുക, പിന്നെ കുറച്ച് ചില്ല് ചെയ്തൊക്കെ ഇരിക്കുക, അങ്ങനെ ശാന്തി സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഹിപ്പികൾ. അവരുടെ ഒരു നാടാണ് പായ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ 10:30 ഇവിടുന്ന് ഒരു വാനുണ്ട്. ഇവിടുന്ന് 3 മണിക്കൂർ ജേണിയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലാണ്. അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ തൊട്ട് മുന്നിലാണുള്ളത്. ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ലെറ്റ്സ് ഗോ. ഇവൻ നമ്മളെ നാട്ടിൽ ക്രോസ് ചെയ്യുന്ന പോലെ ക്രോസ് ചെയ്യുന്നത്. അപ്പം അതേക്കെ ഇങ്ങനെ കൊഞ്ചി 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 ഞാൻ അവർ കൊഞ്ചരുത്, കൊഞ്ചിക്കഴിഞ്ഞാൽ നേരം വെക്കും. ലെറ്റ്സ് ഹോപ്പ്. ഇവിടെ ചിക്കനൊക്കെ കഴിഞ്ഞു. ഇത് മേടിച്ചാലോ? എന്താ ചോദിച്ചത്? ദിസ് ചിക്കൻ ഓർ ഇത് രണ്ടെണ്ണം മേടിച്ചാലോ? ഓക്കെ. സാധനമൊക്കെ കടയിൽ വന്ന് പേഴ്സ് എടുത്തിട്ടില്ല. പേഴ്സ് എടുക്കണം. No, give me a minute. You forgot to take the purse. So, okay. ഞങ്ങൾ നേരെ മുന്നിലുള്ള കടയിൽ പോയിട്ട് എന്താ മേടിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. എന്താ അത്? ബർഗറിന്റെ ഏതോ അപരനാണ്. വടാപ്പാവ് ഉരുകിരിക്കുന്നത്. വടാപ്പാവ്, അതായത് തുറക്ക് ഇല വെച്ചുണ്ടാക്കുക. തായ്ലാൻഡിലെ അല്ല, ഒരു നൂഡറിന് ബണ്ണും സോസേജും. ചിക്കൻ സോസേജ്. ആ ഓക്കെ. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് തൽക്കാലം ഞങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കി അവിടെ എത്തിയിട്ട് കഴിക്കാമല്ലോ, അല്ലേ രസം. രസമുണ്ട്. നമ്മൾ ഒരു ടാക്സി പിടിച്ചു, നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാങ് മായിന്ന് പൈയിലോട്ട് വണ്ടി കയറി പോകണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ചാങ് മായി ടെർമിനൽ 2 ബസ് സ്റ്റേഷൻ. ടെർമിനൽ 2 കേട്ടോ, 3 അല്ല 1 അല്ല 2. അത് ആലോചിച്ച് വെക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ ടെർമിനൽ 2. അപ്പം ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണ്. 220 ബാത്താണ് നമുക്ക് അങ്ങോട്ടേക്കുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ബൈക്ക് റൈഡ് നടത്തിയില്ലേ, ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയതാണ്. അപ്പം ടിക്കറ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാ ജൂൺ 21, 2026 ടിക്കറ്റ് 2Dയും 2Eയും. മൊത്തം 3 മണിക്കൂർ ജേണിയാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത്. നമ്മളെ വണ്ടി ഇവിടുന്ന് 10:30 പോകും. അങ്ങനെ ഈ റോഡിന് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഹില്ലി സ്റ്റേഷനിലോട്ടാണ് പോണത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത 762 കേർവ്സാണ് ഈ റോഡ്. ഇങ്ങനെ പോകും 762 കേർവ്സ്. നമ്മൾ വയനാട് ചുരം അത് എയർപിൻ എന്നാണ് പറയുക, 9 എണ്ണം. പക്ഷേ കേർവ്സ് എന്ന് പറയുമ്പോൾ വളവുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും 762 കേർവ്സ് എന്ന് പറയുമ്പോൾ വാവ്. മൊത്തം 200 കിലോമീറ്റർ അല്ലേ അങ്ങോട്ട്? 200 കിലോമീറ്റർ ഓടാൻ 3 മണിക്കൂർ. സോ നമ്മളെ വണ്ടി ടൈമിംഗ് ഒക്കെ ഇവിടെയാണ് പറയാം. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് ചാവരുത്. ഞാൻ പക്കയായിട്ട് ഇതുപോലത്തെ ഒരു വാനായിരിക്കും നമ്മൾ പോവുക. അതാ ആ കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്ന ആ സംഭവമാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കേട്ടോ. അവിടെ പോയിട്ടാണ് മിനി വാൻ ടിക്കറ്റ് എന്നാണ് പറയാം. അവിയ ബുക്കിംഗ് മിനി വാൻ ടിക്കറ്റ്. അവിടെ പോയാൽ മതി. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ബോർഡുണ്ട് ടു പായ്, ടു ചാങ് മായി, ടു ബാങ്കോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമുക്ക് നോക്കാം. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 10:30 ബസ്. അപ്പോൾ ഒരു പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യും, വാന് വരും. വാന് വരുമ്പോൾ നിങ്ങളെ വിളിക്കും. അപ്പം നിങ്ങൾ വാനിൽ കയറി പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാങ് റായ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ നമുക്ക് പൈന്ന് തിരിച്ച് ചാങ് മായിൽ വന്നിട്ട് വേണം. അപ്പോൾ അതിൻ്റെ ബസ്സിൻ്റെ ടൈമിങ്ങൊക്കെ ഞാൻ അപ്പുറത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങണം എന്നൊക്കെ നമുക്കൊന്ന് മുൻകൂട്ടി ആലോചിച്ച് വെക്കാം. സോ എക്സൈറ്റഡ് ആണോ പൈലോട്ട്? ബ്രോ
കാരണം ഞങ്ങൾ കണ്ട എല്ലാവരും പറഞ്ഞ് പയ്യിൽ പോകണം. സൂപ്പറാണ് എല്ലാവരുടെയും പറഞ്ഞു. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് പയ്യിലുള്ളതെന്ന് പോയി നോക്കണം. സോ ഗൈസ്, നമുക്ക് പോകേണ്ട വണ്ടി ഇതാണ് കേട്ടോ. ഇതിലാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പം എല്ലാവരും ബാഗൊക്കെ പുറകിൽ വെക്കുന്നുണ്ട്. ഇതിൽ ബാഗ് വെക്കാനൊന്നും സ്ഥലമില്ലല്ലോ. അത് മുന്നിൽ വെക്കാം. ഞാൻ കൈ പിടിച്ചോളാം. അത് കൊടുക്ക്. അപ്പം ഇനി ഇതിലായിരിക്കും നമുക്ക് ഇതിലായിരിക്കും നമ്മളെ യാത്ര. സോ ഗൈസ്, നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി ഇപ്പം എടുക്കും. ഞാൻ പകർത്താം. നമ്മൾ വന്ന റോഡാണിത്. നല്ല രസമില്ലേ? നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയിരിക്കുകയാണ് ഒരു 10 മിനിറ്റ് ബ്രേക്കിന്. തലയൊക്കെ വേനെടുക്കണല്ലേ? തല ഇറങ്ങുന്നു. ഭയങ്കര സീന്. ഒന്നും പറയാൻ വയ്യ. ലിറ്ററലി ടയേർഡായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വണ്ടിക്കാരനും. ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നമ്മൾ ഇനി നമ്മളെ റൂമിലോട്ട് നടക്കുകയാണ്. സോ വെൽക്കം ടു പായ് എവരി വൺ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണോ? എങ്ങോട്ട് നടക്കുന്നത്? നോക്ക്, കുറച്ചുകൂടി നടന്നു നോക്കിയാലേ മനസ്സിലാവും. ഫുള്ള് കഫേസും ഹിപ്പികളും ടാറ്റുവും അതും ഇതൊക്കെ ആയിട്ടൊരു കൾച്ചറിക്കൽ സ്ഥലമാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത്. പക്ഷെ മാറുന്നില്ല. നമ്മളെ ഗൂഗിൾ മാപ്പ് ഒന്നും മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് നടന്നു നോക്കാം. എവിടെയെങ്കിലൊക്കെ എത്തിയിരിക്കും. സോ ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര സ്റ്റേ ഇല്ല. നമുക്ക് സ്റ്റേ ഒക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. അതായത് കൂടുതൽ പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മളിപ്പോൾ തന്നെ ബുക്ക് ചെയ്തത് AC, പിന്നെ സിംഗിൾ റൂം വിത്ത് പ്രൈവറ്റ് ബാത്റൂം. അത് വെറും 550 ഉറുപ്പിയുള്ളൂ ഒരു ദിവസത്തേക്ക് കിട്ടും. ശ്രീലങ്ക. നമ്മൾ ഇപ്പം അവിടെ ഇന്ത്യ എന്ന് പറയണ്ടല്ലോ, ഇവർക്ക് ഇങ്ങനെ ഒരു ആട്ടാ. അവർ എന്ത് കഴിച്ച് നമ്മൾ ഇന്ത്യക്കാർ ഇങ്ങനെ പറയിപ്പിക്കില്ല എല്ലാ രാജ്യത്തും പോയിട്ട്. ഉള്ളതാ നല്ല ഇവിടെ കുറേ ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. നല്ല ഫേമസ് ആയിട്ടുള്ള ഹോസ്റ്റൽസ്. ആ ഹോസ്റ്റൽസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വൈകിട്ട് പരിപാടിയുണ്ട്, ക്ലബ്ബ്, ഭയങ്കര പാർട്ടിയൊക്കെ. ഇതൊക്കെ റൂം നോക്കടാ 350 മുതൽ. അതാ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭയങ്കര ചീപ്പാണ്. എല്ലാത്തിനും വളരെ വിലക്കുറവാണ്. അത്രേ ആവൂല. ഇവിടെ ഒരുപാട് പാർട്ടീസും പരിപാടീസൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്ന് തപ്പാം. നമുക്ക് വന്ന അവിടെ ഒരു സാധനം തോന്നുന്നുണ്ട്. എന്തോ ഇത്? ട്യൂസ്ഡേ ഫ്രൈഡേ 12:30 മുതൽ. ഗൈസ്, ഇവിടെ ഒരു ഇതുണ്ട്. ട്യൂബിൽ കയറിയിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കാം. അതിൻ്റെ ഇതാണ് കേട്ടോ ഇത്. നമുക്ക് നോക്കി നോക്കാം. അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര രസമുണ്ടല്ലേടാ ഇവിടെ. നല്ല ഭംഗി കേട്ടോ കാണാൻ ഗൈസ്. നല്ല രസമുണ്ട്. ഒരു കൗതുകം നിറഞ്ഞ ഒരു സ്ഥലം. ലെറ്റ്സ് സീ. വ്യൂ ഒക്കെ കിട്ടില്ലെന്നായിരുന്നു, പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഡ്രൈവർ നല്ലൊരു ഫുണ്ട ഡ്രൈവറായിരുന്നു. അയാൾ ഇങ്ങനെ ആട്ടിയിട്ട് മനുഷ്യൻ്റെ കിള്ളി പോയി ഗൈസ്. തോലവേന എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഗൈസ്, ഒറ്റ ഒന്നുമില്ലാതെ എല്ലാ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ പബ്ബ് അല്ലേ? ഒറ്റ വേറെ ഒന്നുമില്ല ഇവിടെ. കഫേ, റെസ്റ്റോറൻറ്റ്, പബ്ബ്, മസാജ്. ഇത് വേറെ അല്ലാണ്ട് ഈ ഏരിയയിൽ വേറെ ഒന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ നമ്മളെ റൂമിലോട്ട് നടക്കട്ടെ. വേറെ എന്താ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. അവിടെ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സോ ഗൈസ്, നമ്മൾ പോണത് നോക്കി. പാലത്തിൽ കൂടെയൊക്കെ ഭയങ്കര രസമുണ്ട്. ഈ വെള്ളത്തിൽ കൂടെയാണ് നമ്മൾ ട്യൂബിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. മഴക്കാലം കൊണ്ട് കേട്ടോ അത്ര ചളി വെള്ളം ഇവിടെ. ഓ
സീന് നോക്കി. പാലപ്പോൾ പൊട്ടുമോ? ഇവിടെയൊക്കെ ഹട്ടുകൾ കണ്ടോ? വീട് ഭയങ്കര രസമുണ്ട്. നമ്മളെടുത്ത റൂം എന്ന് കാണിക്കുന്നത് പൈ കൺട്രി സൈഡിലാണ്. ക്യൂട്ട്. പാലത്തിനോട് അല്ല പുഴയോട് അടുപ്പിച്ച് കിടിലൻ ചെറിയ ചെറിയ ഹട്ടുകൾ. അയ്യവാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്കൂൾ. അയ്യോ എന്ത് രസമല്ലേ. ഏതോ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് എങ്ങോട്ടോ പോകുന്ന പോലെയൊക്കെ ഫീല്. നമ്മൾ പോകുന്നത് റെഡിയാണോ? എന്തായാലും പാലം കിടന്നു ഞങ്ങൾ. ഇനിയുണ്ടോ പാലം? സംഗതി അങ്ങ് വഴിയെറ്റിയതാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഗൂഗിൾ മാപ്പ് ഞങ്ങളിട്ട് കറക്കാണ് കേസ്. ഇവിടെയൊക്കെ നോക്ക്, ബിൽഡിംഗ് ഉണ്ടാക്കിയത് വെള്ളം കയറുന്നുണ്ട്. ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, തൂണ് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഒരൊച്ചപ്പാടുമില്ല, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഗൈസ്. എന്ത് രസമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ചാങ്ങമായി വരികയാണെങ്കിൽ, തായ്ലാൻഡ് നോർത്ത് വരികയാണെങ്കിൽ പായിക്കൊടി വിസിറ്റ് ചെയ്യണേ. ഇല്ലേ നഷ്ടം. ഇങ്ങോട്ടാ? ഇവിടെ ഹോസ്റ്റലും ഹോട്ടലുകളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഴി തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ മുള കൊണ്ടുണ്ടാക്കിയ പാലായിരുന്നു. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയതല്ല, പക്ഷെ മുള കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. അയ്യോ എന്ത് രസമാണ് ഗൈസ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. ഓ നോക്കിയേ, നമ്മൾ ആ പാലത്തിൽ കൂടെ കയറി വന്നേ. ഇപ്പോൾ ഈ പാലത്തിൽ കൂടെ പോകണം. നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ടല്ലോ ഈ പാലം ആടി ഗൈസ്. ഇത് പൊട്ടി പോകുന്നാവേ. അയ്യോ തലയൊക്കെ കറങ്ങണേ. കൊള്ളാം. അബി ഈ പാലത്തിൽ കൂടെ ഒക്കെ നടന്നു വരുന്നതാണ് നല്ല രസമായിരിക്കും. വാടാ ആട് അല്ലേ. നമുക്ക് തന്നെ തലയിറക്കം വരുന്ന പോലെ ഉണ്ട്. ഓ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി എന്തൊരു രസമാ, എന്തൊരു ഭംഗിയാ. ഹട്ടുകളാണ് കേട്ടോ മെയിനായിട്ട്. ഗോൾഡൻ ഹട്ട്, മറ്റേ ഹട്ട്. നിങ്ങൾ വിചാരിക്കും ഇതിലൊക്കെ താമസിക്കാൻ ഒടുക്കത്തെ റേറ്റാണ്. അല്ല, വെറും 500 രൂപ, 300 രൂപ, 400 രൂപ ഇന്ത്യൻ പൈസ കേട്ടോ, ബാത്തല്ല കേട്ടോ പറയുന്നത്. ഇന്ത്യൻ പൈസ 200 രൂപ, 300 രൂപ, 400 രൂപയുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു സ്ഥലത്ത് വന്നിട്ട് ശാന്തമായിട്ട് കുറേ കാലം ഇരിക്കണം, ഒരു സിനിമേൻ്റെ കഥയൊക്കെ എഴുതാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര്. ഇവിടെ ഇരുന്ന് എഴുതാം വൈബ് അടിച്ചിട്ട്. തായ്ലാൻഡിൻ്റെ വേറൊരു മുഖമാട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. അതെന്തായാലും സീന് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഇത് വെള്ളം കയറത്തില്ലയോ? നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ കയറിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെ റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങോട്ടേക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 280 ആണോ? 280 മീറ്ററിലെത്തുന്നതാണ് നമ്മളെ അഭിക്കുട്ടൻ പറയുന്നത്. 700 മീറ്റർ ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ നടന്നു. നമുക്കിത് അറിയാത്തതുകൊണ്ടിരിക്കും. സംഭവം ഊടുവഴി ഉണ്ടാവുമായിരിക്കും, എവിടുന്നും ഉണ്ട്. നമ്മളത് പഠിക്കണം. എന്തായാലും ഗ്രാമക്കാഴ്ചകൾ ചോദിച്ചു വന്ന് നമുക്ക് ഗ്രാമത്തിനെക്കാട്ടില്ലേ നല്ല അതാ ആയ ഹൗസ്. കിട്ടി ഗായ്സ്, നമ്മളെ സ്റ്റേ കിട്ടി. നമ്മൾ ചെല്ലുന്നത് ആയ ഹൗസിലോട്ടാണ്. ഞാൻ അവിടെ എത്തുമ്പം മനസ്സിന് വെറുപ്പിക്കുന്ന രീതിയിലൊന്നും പാടില്ല പഠിച്ചു. നമ്മളിപ്പം ആയ ഹൗസിലോട്ട് എത്തുകയാണ്. ഇവിടെ ആരെയും കാണില്ല. അയ്യോ ഒരു ഹൊറർ ഫീലൊക്കെ തോന്നുന്നു. നോക്കി നോക്കാം, നമുക്കിവിടെ എത്തി നോക്കാം. പൈസ കൊടുത്ത് ബുക്ക് ചെയ്താണ്, അതുകൊണ്ട് ഇറങ്ങി പോകാനും പറ്റില്ല. അത് ആരും കാണാത്തതുകൊണ്ട് പണ്ടത്തെ ഒരു തറവാട് വീടാട്ടോ. പണ്ടത്തെ തറവാട് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൂതനമായ തറവാട് വീട്. ആരെയും കാണുന്നില്ല,
റിസപ്ഷൻ. വെൽക്കം. ആടാ റിസപ്ഷനൊക്കെ ഉണ്ടോ മേലുണ്ട്. യാ തിരിഞ്ഞ ഓണം ഇതെന്തോ എടുത്ത് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. ആദ്യം നമുക്കത് വരാമെന്ന് വിചാരിച്ചതാ. വൈഫൈ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. റൂം കുഴപ്പമൊന്നുമില്ലടാ. ബാത്റൂമുണ്ട്. അയ്യോ, ഇത് മറ്റേ കപ്പിൾസിൻ്റെ ബാത്റൂമാടാ. ഇവിടുന്ന് നോക്കിയാൽ ഉള്ളിൽ കൂടെ നോക്കിയാൽ അപ്പുറത്ത് കാണും. അയ്യോ കാണൂല. ലൈറ്റ് ഇട്ടോക്കെ, ലൈറ്റ് ഇട് ബാത്റൂമത്തെ ലൈറ്റ് ഇട്. കണ്ടില്ലേ, നേല് കാണാം. അയ്യോ, നേല് ലൈറ്റ് ഓഫ് ആക്കി കുളിക്കാം. അയ്യോ, നമുക്ക് വ്യൂ ഇല്ല കേട്ടോ. നല്ലൊരു വ്യൂ ഉള്ളത് കിട്ടിയായിരുന്നു. ഇതാണ് റൂം. എ സി ഇട്. സമാധാനം. 550 ഉറുപ്പ്യക്ക് കിടിലൻ റൂം കേട്ടോ ഇത്. പ്രകൃതി കണ്ടിട്ട് നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ച് ടൗണിലോട്ട് നടക്കുകയാണ്. ഭയങ്കര രസമുണ്ടല്ലേ, സമാധാനവും സന്തോഷവും. അങ്ങനത്തെ ഒരു ജീവിതമാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ ടൗണിലോട്ട് നടന്നിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ഭക്ഷണം കയറി കഴിച്ചു. ഞാൻ ജപ്പാനീസ് ഗ്രിൽഡ് ജപ്പാനീസ് ഫ്രൈഡ് ചിക്കൻ വിത്ത് കറിയും, ഇവൻ ജപ്പാനീസ് ബീഫ് കറി വിത്ത് റൈസും. അങ്ങനെ ഇത് രണ്ടുമാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കാം? 10 8. 7. എൻ്റേത് എനിക്ക് കറി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനും 7.5 കൊടുക്കുന്നു അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ഇനി കുറച്ച് നേരം പോയിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഓണാവും. അപ്പോൾ നമുക്ക് വരാം. രാത്രിയായപ്പോൾ പുറത്തിറങ്ങിയാണ്. പകല് കണ്ട സ്ഥലമേ ഇല്ല. രാത്രിയായപ്പം വൈബേ മാറി. ഭയങ്കര രസമായി ഗൈസ് ഇവിടെ. എന്ത് രസമാണ്. ഫുൾ കളർഫുള്ള്. എല്ലാം ഓണായി. എല്ലാ കഫേസും ഓണായി. എല്ലായിടത്തും ആൾക്കാരായി. എല്ലാ കടയിലും ആൾക്കാരില്ലേ? എനിക്കൊന്നിനും ഉച്ചയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങല. സ്ഥലം മാറി ഗൈസ്. ഫുള്ള് പാട്ടും പാർട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് രസമായി ഗൈസ്. എന്തായാലും വൈബായി. രസമുണ്ട് കേട്ടോ. ഇവിടെ ക്യാമറ പിടിച്ച് കിടക്കുന്ന 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് വരും, ഒന്ന് ഞാനും ഗൈസ്. വേറെ ആരും ക്യാമറയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവരും സിമ്പിളായിട്ട് കൂളായിട്ട് കിടക്കുന്നത്. വണ്ടി നാളെ എടുക്കാം അല്ലേ നമുക്ക്? ഇല്ല, വണ്ടി നാളെ എടുത്താൽ പോരെ? എന്തായാലും നല്ല വൈബ് ഗൈസ്. കിടിലം വൈബ്. കടകളൊക്കെ നോക്കിയേ. ലെതർ വിൽക്കുന്ന കട, അങ്ങനെ അതൊക്കെ. നമുക്ക് പറ്റിയതൊന്നുമില്ല. നമ്മൾ 25 രൂപയ്ക്ക് അവിടുന്ന് കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് ഇവിടെ 80. ഇവിടെ കുറച്ച് പൈസ കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റേന് ഭയങ്കര പൈസ കുറവാണ്. കാരണം എന്താ പറയുക, എല്ലാ വീട്ടുകാരും
അവർ ഒരു ഹോം സ്റ്റേ എന്താക്കി ഇങ്ങനെ ആക്കി സ്റ്റേ ആക്കി മാറ്റി. ആ നമുക്ക് പറ്റില്ല 10 രൂപയൊക്കെ അല്ലേ. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ 2 ടീഷർട്ട് മേടിക്കണേ. 120 ബാത്ത്. അങ്ങനെ 2 എണ്ണം മേടിച്ചു. ലാർജ് ഓക്കെ അല്ലേ? എക്സൽ ഉറപ്പാണോ? ഓക്കെ. അപ്പം ഇവിടെ 120 ബാത്തുള്ളൂ. 120 ബാത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ എത്രയാടാ? 10-250 രൂപ ആയിട്ടുള്ളൂ അല്ലേ? അത് ഓക്കെയാ. എനിക്ക് വേണമെന്നുണ്ട്, പക്ഷെ വേണ്ട. വേറെ ഏതോ നല്ല കളർ ഏതാ? അപ്പോൾ കറുപ്പിടും. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളർ എടുക്കാച്ചിട്ടാ. കറുപ്പില്ല. കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സൂഷി കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഏതൊക്കെയാ വേണ്ടേ? ഇത് Where are you from? we are from Sri Lanka. Sri Lanka. You know? I know. Oh, thank you. India, not Sri Lanka. We look similar. We are near. Hello, vlog. It's off right now. Where are you from? Sri Lanka. Sri Lanka. Do you know our language? No. Singular? Singular? No, Sri Lanka. You been to Sri Lanka? Yes. When? When? Which part? Colombo? We've been in Angama. Vuligama. Fuligama? Where is Fuligama? Angama. Where is Angama? No, you never been to Sri Lanka. Yeah. We've been in Vuligama. Gama. Okay, what is your name? Alone. Alon and? Shahar. You guys are from? I'm from Israel. Israel. Hi. Both are from Israel? What? Both are from Israel? No. Oh, and you are from? אנחנו חברים מישראל. He's also from Israel. Okay. See you. Enjoy you guys. Okay. Okay. I know. I'm from Sri Lanka. We've been in Sri Lanka. I do like this. Really? In the beaches? Surfing. Okay. Angama. I can't see your Torah. So, this is no. Bye. Crab. Crab. Okay. Bye. Here. Okay. Sorry. And this one? No pork. No pork, right? Okay. Okay. ഇത് വേണോ? ഓ വേണ്ട. Okay. How much total? Okay. Try. No. We eat from here. Yeah. Okay, thank you. So guys, നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് സുഷി. Good. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം മീനിന്റെ ചുവയുണ്ട്. ഞാൻ മീൻ കൂട്ടില്ലല്ലോ. പക്ഷെ നിനക്ക് നല്ല ഇഷ്ടപ്പെടും. മണീസിനെ ഞാൻ എടുക്കാം. ഇത് മൊത്തത്തിലും കഴിക്കാമോ? കുറച്ച് വിട്ടിക്ക്. ഇത് മൊത്തത്തിലും കഴിക്കാം. മൊത്തത്തിൽ ഫസ്റ്റ് ടൈം അല്ലേ? ഗുഡ്. കുറച്ച് മീനിന്റെ ചുവ. ഞങ്ങൾ കുട്ടികളോട് ശ്രീലങ്ക പറഞ്ഞിട്ട് നിങ്ങൾ ആരോട് നമ്മളോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. കുട്ടികളോട് നമ്മളോട് കുറച്ചെങ്കിലും കുട്ടികൾ സംസാരിക്കണം. നമ്മൾ വേറെ ഏത് രാജ്യം നമ്മൾ പറയേണ്ടി വരും. എന്തായാലും കിടിലൻ കുട്ടികൾ കേട്ടോ. എനിക്കിത് തരും. ഇവിടുത്തെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മൾ സ്ട്രീറ്റിലൂടെ ഒരേ നടത്തമാണ്. ക്ലബ്ബൊക്കെ ഉള്ള സ്ഥലം കുറച്ച് താഴോട്ടാണ്. നമ്മളെ ഹോട്ടലിൻ്റെ ഒക്കെ റൂംസിൻ്റെ ഒക്കെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും വയറൊക്കെ നിറയ്ക്കാനുള്ളത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോസി ചിക്കൻ ചില്ലി പാസ്റ്റ് 40 ബാത്ത്. കണ്ടിട്ട് നല്ല രസമുണ്ടാവും തോന്നുന്നു. ഇവിടെ റൊട്ടി എന്ന് പറയുന്നുണ്ട്. എന്തിനാ റൊട്ടി എന്ന് പറയുന്നത് അറിയില്ല. ഇതൊക്കെ 10 ബാത്ത്. അതാ ഇത് വേണമെങ്കിൽ ചായക്ക് കൊടുക്കാം കൂട്ടാൻ. എടാ ഇത് നമ്മൾ മടക്ക് അല്ലേ? ആ വാട്ട് യു കോൾ ദിസ്? ദ നെയിം ഓഫ് ദിസ് സ്നാക്ക്? Roti crispy. റോട്ടി ക്രിസ്പി. ഇത് നമ്മളെന്തായിരുന്നു പറയാ? ഇതിന് മടക്ക് എന്തായിരുന്നു ആ മടക്ക് മടക്ക്. എന്തോ ഒരു വി കോൾഡ് മടക്ക്. മടക്ക് വി കോൾഡ് ഇൻ ഇന്ത്യ ദിസ് വൺ മടക്ക്. സെയിം സെയിം. Oh yeah. സെയിം സാധനം. മേടിച്ചേക്കണോ? ചിലപ്പോൾ ചെറിയ ടേസ്റ്റ് വ്യത്യാസം കാണിരിക്കും. ടേസ്റ്റ് വ്യത്യാസം അറിയണമെങ്കിൽ നമ്മുടെ മഞ്ഞ കളറിലായിരിക്കത്തില്ലേ? ആ can I take one? Yeah. വൈഫ് വിളിക്കുന്നു. വൈഫിന് പൊളിയാം. ചിങ്കു ഇപ്പോൾ വിളിക്കാം. വീഡിയോ എടുക്കുക. എടാ ഇതിനെന്താ മടക്ക് തന്നെ? മടക്ക് സാർ അല്ലടാ നമ്മളിനി വേറെന്തുവാണ് പറയല്? ഗ്യാസിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സെയിം ബട്ട് ഡിഫറെന്റ്. സെയിം അല്ലേ? സെയിം സാധനം. ഒരു കടിങ്ങ സോറി സെയിം സാധനം. ഇതിനെ ഇവിടെ പറയാ റൊട്ടി. റൊട്ടി എന്ത് പറഞ്ഞു? ഞങ്ങൾ താഴെ കഴിക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അമ്മ മടക്കെന്ന് പറഞ്ഞേ. ഞാനും മടക്കുന്നാണെന്ന് കേട്ടിട്ടില്ല. അല്ല മടക്കിൻ്റെ കൂടെ എന്തോ ഉണ്ട് കുറേയിൽ മറന്നുപോയി. അവിടെ ഒരു കോല് പോയടാ. ഒരു കോല് വെച്ച് കഴിക്കാം. അപ്പോൾ ബനാന റൊട്ടി ക്രിസ്പി ലെസി. മീനോ? ആ ചിക്കനാണല്ലോ നമ്മൾ പറഞ്ഞത്. യാസിനൊക്കെ പറയുന്നത് മീനിൻ്റെ ചോയാണ്. ആ സൂശിയുടെ ചോ നിന്റെ വായന്ന് മാറിയിട്ടില്ല. വേണ്ട നീ കഴിച്ചോ. ഞാൻ കഴിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇവൻ കഴിക്കട്ടെ. ഇനി വരുമോ? ഉണ്ടോ? മീനിൻ്റെ ചോ തോന്നിയില്ല. എന്തിൻ്റെ നീ? എനിക്ക് ആ സോസിൻ്റെ ചോയായിരിക്കും ചിലപ്പോൾ മീനിൻ്റെ. വെയിറ്റ് ഉണ്ട് നോക്കാൻ വേണ്ടി പോവാണ്. ക്യാമറ ഓണല്ലേ? ആ ഒരു വട്ടം നീക്കിയിട്ടുണ്ട്. ആ ബേക്ക് തൊട്ടെടുത്തായി. ആ പേഴ്സിൽ നല്ല വെയിറ്റ് ഉണ്ട്. അതെ. ഗ്യാസിനൊക്കെ 75 കിലോ. ഓ ഇടുക്കത്തെ വെയിറ്റ് ആണല്ലോ. ഞാൻ തടി കുറഞ്ഞെന്നൊക്കെ വിചാരിച്ചതാ. ഒന്നും കുറഞ്ഞില്ല. ഹൈറ്റ് എത്ര ഉണ്ട്? എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കൂടുതലാ. എടാ നീ 78 ഉള്ളൂ. 78.4. അളിയ ഞാനാട്ടോ വെയിറ്റ്. അപ്പോൾ ഞങ്ങൾ വരാത്ത സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയും ഒരുപാട് ക്ലബ്ബ് ബാറ് അങ്ങനെയൊക്കെ ആയിട്ട് എൻജോയ്ഫുൾ അല്ലേ? നല്ല രസമല്ലേ? ശരിക്കും വെള്ളം അടിച്ച് ഇങ്ങനെ പീസ് അടിച്ചിരിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വരാട്ടോ. അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്നത് അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? ഒച്ചപ്പാടും പാടൊന്നുമില്ല. നല്ല വെള്ള ബീറ് മേടിച്ച് ആ ബീറൊക്കെ മേടിച്ചിട്ട് മറ്റിന്റെ വൈബിലുള്ള വലിയ അത് വേറെ ഉണ്ട്. വേറെ ഉണ്ടടാ. അല്ല ഇവിടെ അല്ല നമ്മളിപ്പോൾ പോകുന്ന സ്ട്രീറ്റ്. ആ ഇവിടെ ഒന്നുമില്ല. ഇവിടെ നല്ല വൈബ്. പിന്നെ ടൈം ആയിട്ടില്ല. ടൈം ഇപ്പോൾ എത്ര അറിയോ? 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ക്ലബിലൊക്കെ ഓണാവുക. കാരണം ഇവിടെ പകലാരും കാണില്ല. ചൂടിടിച്ചിട്ട് ആരും പുറത്തിറങ്ങില്ല. കട പോലും ആ
പകല് നമ്മൾ ഫുഡ് കഴിക്കാണെന്ന് ഇറങ്ങി കിലോമീറ്ററുകൾ നടന്നു. എടാ ഇതൊക്കെ ഉണ്ടോ അവിടെ? നല്ല പീസ 40 ഭാഗത്തേ ഉള്ളൂ. നാളെ മേടിക്കാം. മേടിക്കാം. ഇന്ന് നമ്മളെ കയ്യിൽ നിറച്ച സാധനങ്ങളാണ്. ചിക്കന്, ക്രിസ്പി ചിക്കൻ, ഇതൊക്കെ എല്ലാവരും 2 പേരെ കയ്യിലും. ഇന്ന് ഞങ്ങളൊന്നും നോക്കിയില്ല, ഫുള്ള് ലാവിഷ്. ഫുള്ള് എന്തൊക്കെ മേടിച്ച് നമുക്ക് ഒരു 200 രൂപ ചിലവായി ഉണ്ടാവില്ലേ? കണക്കെടുക്കുമ്പോ അറിയാം. ഞങ്ങൾ മേടിക്കുമ്പോ അങ്ങനെ ആവശ്യമാണ്. റൂമിൽ ചെന്നിരുന്ന് കണക്ക് കൂട്ടും. 200 രൂപ എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? 600 രൂപയ്ക്ക് ഫുഡ് കഴിച്ചോ? താങ്ക് യു. അതും കാര്യമായിട്ടൊന്നും കഴിച്ചതില്ല. ആൾക്കാർ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിക്കണേ. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ. ഇനി ഇങ്ങോട്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെയാണ്. ഞങ്ങളങ്ങനെ പയ്യിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ പയ്യത്തെ വീഡിയോ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല കിടിലനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഗൈസ് എൻ്റെ വീഡിയോസ് ആരും കാണാത്തത് ചോദിച്ചപ്പോൾ എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തായ്ലാൻഡ് വീഡിയോസ് നിങ്ങൾ കുറേ ഇട്ടതല്ലേ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ബ്ലോഗേഴ്സും തായ്ലാൻഡ് ഇങ്ങനെ ഇടുന്നുണ്ട്. അതുകൊണ്ടാണെന്നൊക്കെയാണ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നത്. ശരിയാണ്. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇന്നേ വരെ പോകാത്തൊരു രാജ്യത്ത് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യക്കാരെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ ആ ബോർഡർ ലോകത്തിലെ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡറാണ്. അപ്പോൾ അവിടെ നമ്മളെ കയറ്റി വിട്ടാൽ ഞങ്ങൾ പോകും, ഇല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പയ്യത്തെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മളിവിടെ നിന്ന് സ്കൂട്ടർ റെൻറ്റിനൊക്കെ എടുത്തിട്ട് കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ട് വെറൈറ്റി കാഴ്ചകളായിട്ട് വരാം കേട്ടോ.